എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ചില വചനങ്ങൾ ജീവിതത്തിൻ്റെ പല മണിച്ചിത്രത്താളുകളെയും പൊട്ടി തുറക്കുന്നതാണ്. അതായത് ഞാൻ എപ്പോഴും ഇടയ്ക്ക് ശ്രദ്ധിക്കണത്, കർത്താവ് എല്ലാ വചനങ്ങളും പരിശുദ്ധാത്മാവിന് ഈ നമ്മളുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് ഉണ്ടാവില്ല. പരിശുദ്ധാത്മാവിന് ചില സമയത്ത് ശക്തിപ്പെടും, ചില സമയത്ത് നിർവീര്യമാകും, ചില സമയത്ത് പരിശുദ്ധാത്മാവ് സന്തോഷിക്കും, ചില സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മൾ ദുഃഖിക്കും. അങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥയിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പോകുന്നത്. പക്ഷേ യേശുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആനന്ദത്തിലാണ് കൂടുതൽ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഒരു ആനന്ദത്തിൻ്റെ അവസ്ഥയിലായിരിക്കും. നമ്മൾ യേശു തമ്മിലുണ്ടാകുന്ന ഒരു വ്യത്യാസം അതാണ്. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, യേശുവെ അങ്ങയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൈവരിച്ച നിലയെന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെ നിലയാണ്. കാര്യം ഈ എന്ത് കാലാവസ്ഥയായാലും ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദം എപ്പോഴും നിലനിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഈശോ പറയും, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ലെന്ന് പറയണത് ഈശോ എടുത്തു കളയാൻ പറ്റാത്ത ആനന്ദം സ്വന്തമായിട്ട് അനുഭവിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയുടെ ഒരു വാതിൽ ഇങ്ങനെ തുറക്കുകയാണ്. എന്താണ്? എടുത്തു കളയാൻ പറ്റാത്ത ഒരു ആനന്ദം നമ്മൾക്കും അനുഭവിക്കാനുള്ള സാധ്യതയുടെ വാതിൽ ഈശോയാണ് മനുഷ്യരാശി തുറന്നിട്ടത്. ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലനും ഇതേ ആനന്ദം അനുഭവിച്ചിട്ടുണ്ട്. പൗലോസ് ചോദിക്കത്തില്ലേ, ആപത്തിനോ വാളിനോ ആർക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആപത്തോ വാളോ പട്ടിണിയോ എടുത്തു കളയത്തില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതും. അപ്പം അപ്പോസ്തലികമായ സ്പിരിച്വാലിറ്റിയുടെ മുഖമുദ്രകളെന്ന് പറയുന്നത് ഈ മൗലികമായ ആത്മീയമായ ആനന്ദമാണ്. കാലാവസ്ഥകൾ മാറി മറിഞ്ഞാലും ഇതൊരു ക്രിസ്ത്യൻ സാധ്യതയാണ്. യോഹന്നാൻ 16:22. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയും ഇല്ല. ഈ സന്തോഷത്തിന്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, സന്തോഷത്തിന് എടുത്തു കളയാൻ വേണ്ടി കുറേ നെഗറ്റീവ് പവേഴ്സ് ഉണ്ടേ. അത് ആ നെഗറ്റീവ് പവേഴ്സിനെ കുറിച്ചാണ് ഈ റോമ 8:35 പറയണത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ആരും നിങ്ങൾ എടുത്തു കളയത്ത് പറയുമ്പോഴാണ് ഇതാണ്. ആരും വേർപെടുത്തത്തില്ല. ആര് നിങ്ങളെ വേർപെടുത്തും? ക്ലേശമോ ക്ലേശമാണ് ഒരു ഏജന്റ്. ഇതാണ് ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. റോമ 8:38 വായിച്ചേ. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് തരുന്ന ആനന്ദം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല. അപ്പൊ അങ്ങനെ എടുത്തു കളയാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? എടുത്തു കളയാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, ഇപ്പൊ എടുത്തു കളയാൻ പറ്റിയ ആൾക്കാരെ കണ്ടിട്ടില്ലേ? ആപത്ത്, വാള്, ആക്ഷേപങ്ങൾ, ഇതൊക്കെ ഈ സന്തോഷം കളയുന്ന പരിപാടിയാണ്. പക്ഷേ ക്രിസ്തുവുമായിട്ട് നല്ല സ്നേഹത്തിലാണെങ്കിൽ ഇതാണ് അപ്പോസ്തലിക ആനന്ദം എന്ന് നമുക്ക് പറയാൻ പറ്റണത്. ഇത് കർത്താവ് മനുഷ്യരാശി തുറന്നിട്ട പുതിയ ആനന്ദത്തിന്റെ വാതിലാണ്. ലോകത്തിലുള്ള എല്ലാ സന്തോഷവും കുറച്ച് കഴിയുമ്പോൾ കാലം എടുത്തു കളയും. ഒന്നിലെ കാലം എടുത്തു കളയും. കാലമാണ് ഇതിൻ്റെ എല്ലാം എടുത്തു കളയും. പട്ടിണി, ആപത്തും വാളെന്നൊക്കെ പറഞ്ഞാലും പൗലോസ് അഡ്രസ് ചെയ്യാത്തൊരു സംഭവം കാലമാണ്. കാലം ഇങ്ങനെ പഴകും തോറും ആനന്ദത്തിൻ്റെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ യഥാർത്ഥ ക്രിസ്തു സ്നേഹിയാണെങ്കിൽ, അപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഏതായാലും ട്രെയിൻ ചെയ്യേണ്ടത് എന്തെങ്ങനെയാണെന്നറിയാമോ? നമ്മൾ തന്നെ പരിശീലിപ്പിക്കേണ്ടത് ക്രിസ്തു സ്നേഹത്തെ പരിശീലിപ്പിക്കേണ്ടത്.